ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. ഇന്ത്യയിൽ തന്നെ വളരെ ക്രൂഷ്യലായ ഒരു വണ്ടിയാണ് സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. 2005 ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷത്തോളം സ്വിഫ്റ്റുകളാണ് ഇന്ത്യൻ റോഡിലുള്ളത്. അത്രയേറെ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ജനറേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.5 ലാക്കിലാണ്. 6.5 ലാക്ക് തൊട്ട് 9.6 ലാക്ക് വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് ആ ഒരു പഴയ മോഡലായിട്ട് പ്രൈസിൽ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. പഴയ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.24 ലാക്കിലാണ്. ഡിസൈൻ നോക്കിയാലും അകത്ത് ഇൻറ്റീരിയേഴ്സ് നോക്കിയാലും ഒരുപാട് ചേഞ്ചസ് ആണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ ഒരു ഇൻറ്റീരിയേഴ്സ് ഒന്ന് ചേഞ്ചാണ്. ഇൻറ്റീരിയേഴ്സ് നോക്കിയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രോൺസി കണ്ട പോലത്തെ ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് പുതിയ സ്വിഫ്റ്റിലും കിട്ടിയേക്കുന്നത്. അതായത് പുതിയൊരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആപ്പിൾ കാർപ്ലേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC ഡിസൈൻ മാറ്റുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് വണ്ടിയുടെ അകത്ത്. അതേപോലെ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സിലും അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്. പിന്നെ ABS, EBD, ESP, ഹിൽ സ്റ്റാർട്ട്, അതേപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, അങ്ങനെ സേഫ്റ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ ഈ ഒരു പുതിയ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു ക്രാഷ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാവുള്ളൂ ഇത് സേഫ് ആണോ അല്ലേ എന്ന്. സ്വിഫ്റ്റിൻ്റെ ഒരു മെയിൻ പ്രശ്നം അതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മോഡലിന് അത്ര സേഫ്റ്റി ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പുതിയ സ്വിഫ്റ്റ് ജാപ്പനീസ് മോഡൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പം അതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ജാപ്പനീസ് മോഡലാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നിടത്ത് എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ വില കുറച്ചിറക്കാൻ വേണ്ടി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കും. ആ കൂടുതൽ ചിലപ്പം സേഫ്റ്റിയുടെ കുറേ കാര്യങ്ങളും അവർ ഒഴിവാക്കുന്നതായിരിക്കും. അപ്പം ഇന്ത്യയിൽ കൊണ്ടുവന്ന ക്രാഷ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യൻ വേർഷൻ സേഫ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് വണ്ടിയിൽ വന്ന നല്ല മാറ്റങ്ങളെന്ന് പറയാവുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി ഒന്നുകൂടെ ഡൗൺഗ്രേഡ് ചെയ്ത പോലെ തോന്നുന്നത്. അതായത് ഒരു പുതിയൊരു ജനറേഷൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു പഴയ ജനറേഷനേക്കാളും കുറച്ചുകൂടെ മോശം വണ്ടിയായിട്ടാണ് ഇത് തോന്നിയേക്കുന്നത്. ആദ്യം തന്നെ ഡിസൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈൻ എല്ലാവരുടെയും പേഴ്സണായിട്ടുള്ള അഭിപ്രായമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ആ ഒരു പഴയ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇതൊരു ആ ഒരു സ്പോർട്ട്നെസ് ഒക്കെ നല്ലപോലെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നമുക്കറിയാം ആദ്യമേ സ്വിഫ്റ്റ് വന്നപ്പോൾ എങ്ങനെയുള്ള വണ്ടിയായിരുന്നത്. അത് വളരെ സ്പോർട്ടി ആയ ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് ആയിരുന്നു. ആ ഒരു മിനി കോപ്പിൻ്റെ ഒക്കെ ഡിസൈൻ ഇൻസ്പയർ ഉണ്ടാക്കിയ വളരെ സ്പോർട്ടി ആയ ഒരു വണ്ടി. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കാൻ നേരത്ത് ആ ഒരു സ്പോർട്ട്നെസ് ഒക്കെ കുറഞ്ഞു വരിക ചെയ്തത്. എങ്കിലും ആ ഒരു പ്രീവിയസ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടിയായ ക്യൂട്ടായ ഒരു ചെറിയ വണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ വണ്ടി വന്നപ്പം ആ ഒരു സ്പോർട്ട്നെസ് നല്ലപോലെ കുറഞ്ഞ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫാമിലി കാർ പോലെയാണ് ഡിസൈൻ വന്നേക്കുന്നത്. കാരണം നോക്കുകയാണെങ്കിൽ പഴയ സ്വിഫ്റ്റിൽ വന്നേക്കുന്ന ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിലെ 2 ഡോറുകൾക്കും നമുക്ക് ആ ഡോർ ഹാൻഡിൽ കാണാൻ കഴിയും. റിയറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് പില്ലറിൻ്റെ അവിടെ ആ ഒരു കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഡോർ ഹാൻഡിൽ വന്നത്. അത് വണ്ടിക്ക് അത്യാവശ്യം സ്പോർട്ട്നെസ് കൊടുക്കുക, ഒരു 2 ഡോർ ആയിട്ടുള്ള ഒരു ഹോട്ട് കാച്ചിൻ്റെ ഒക്കെ ലുക്ക് ആ വണ്ടിക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ നമുക്ക് തോന്നിക്കുന്ന പോലെ ഒരു ലുക്കാണ് വണ്ടിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കൺവെൻഷനായിട്ട് സാധാരണ ഒരു ഫാമിലി കാറിലൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി കാറിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് ഡോർ ഹാൻഡിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കിയാലും ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ലുക്കും ഗ്രില്ലിൻ്റെ ലുക്കിനൊക്കെ ആ ഒരു അഗ്രസീവ്നെസ് കുറഞ്ഞ പോലെ തോന്നുന്നത്. ഡിസൈനിൽ മാത്രമല്ല കാര്യത്തിലും കുറച്ചുകൂടെ സ്പോർട്ട്നെസ് കുറഞ്ഞ പോലെയാണ്. പഴയ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നുകൊണ്ടിരുന്നത്. 90 HP പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. 113 Nm ടോർക്കും ഉണ്ട്. എന്നാൽ ഈ പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ വെറും 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. മറ്റേ 4 സിലിണ്ടർ ആയിരുന്നു, ഇത് 3 സിലിണ്ടറായി. പിന്നെ പവറും കുറഞ്ഞിട്ടുണ്ട്. പവർ നോക്കുകയാണെങ്കിൽ വെറും 82 PS മാത്രമേ ഉള്ളൂ. ടോർക്ക് എന്ന് പറയുന്നത് 112 Nm ആണ്. അതായത് പഴയ സ്വിഫ്റ്റിനേക്കാളും ടോർക്കിലും പവറിലും കുറവാണ് ഈ ഒരു പുതിയ സ്വിഫ്റ്റ്. പക്ഷേ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് ഏകദേശം 25 മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്. പഴയ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 22 കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പുതിയ സ്വിഫ്റ്റിന് 25 മൈലേജ് കിട്ടുമെന്നാണ് നമ്മുടെ കമ്പനി പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സിമിലർ തന്നെയാണ്. എങ്കിലും ആ ഒരു പുതിയ സ്വിഫ്റ്റിന് വളരെ മൈന്യൂട്ടായ ഒരു ലെങ്തിൽ കുറച്ച് കൂടുതൽ ലെങ്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ ബൂട്ട് സ്പേസിൽ കുറവാണ് വന്നേക്കുന്നത്. അതായത് പഴയ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 268 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 265 ലിറ്റർ മാത്രമേ ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ. അതായത് ബൂട്ട് സ്പേസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ പുതിയ സ്വിഫ്റ്റിന് ഏകദേശം 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മളെല്ലാവരും കാത്തിരുന്നത് ആ ഒരു ഹൈബ്രിഡ് മോഡലിന് വേണ്ടിയായിരുന്നു. അതായത് 10-35 km/ലിറ്റർ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈബ്രിഡ് മോഡലിന് വേണ്ടിയായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നത്. ജപ്പാനിലൊക്കെ ആ ഒരു വണ്ടി ലോഞ്ച് ചെയ്തായിരുന്നു, പുതിയൊരു എഞ്ചിനും ഹൈബ്രിഡ് സിസ്റ്റമൊക്കെ ആയിട്ട് തന്നെ ആ ഒരു വണ്ടി. പക്ഷേ അതും നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. സോ പുതിയ സ്വിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ഒരുപാട് അവർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയ ഇൻറ്റീരിയേഴ്സാണ്. എക്സ്റ്റീരിയർ നോക്കിയാലും പുതിയാണ്. പക്ഷേ വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ചോയ്സാണ്. പിന്നെ ആ ഒരു സ്പോർട്ട്നെസ് കുറഞ്ഞ പോലെ തോന്നുന്നത്, അത് ലുക്കിലായാലും വണ്ടിയുടെ പെർഫോമൻസിലായാലും കുറച്ചുകൂടെ സ്പോർട്ട്നെസ് കുറഞ്ഞ പോലെ തോന്നുന്നത്.
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.